അപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ആകാശിനെ റിമാൻഡ് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനയ്ക്കാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട്. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് തന്നെ, അന്വേഷണ സംഘം തന്നെ പറയുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് കൊടുത്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ട ഒരു കേസാണല്ലോ. ഒപ്പം എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം പറയുന്നത്? വിജയകുമാർ, ആകാശിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ആകാശ് കഞ്ചാവ് വിൽപ്പന നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ മുറിയിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇത് ആരോ കൊണ്ടുവന്ന് വെച്ചതാണ് തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അങ്ങനെയല്ല, ആകാശിന്റെ മുറിയിൽ തന്നെ കൃത്യമായ അറിവോടുകൂടി ആകാശ് മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന വിശദാംശങ്ങൾ. ഒപ്പം ഈ കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഇയാൾക്ക് ജാമ്യം നൽകിയാൽ സ്വാഭാവികമായും കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലം സാധാരണഗതിയിൽ എല്ലാ കേസുകളിലും പറയുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. ഉടൻ തന്നെ ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. അല്പസമയം മുമ്പാണ് ആകാശിനെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി കളമശ്ശേരിയിൽ എത്തിച്ച് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ ഫയൽ ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. എവിടെ നിന്ന് ആകാശിന് ഈ കഞ്ചാവ് ലഭിച്ചു എന്നുള്ളതിലാണ് ഒരു അന്വേഷണം ഇനി നടത്താനുള്ളത്. പ്രത്യേകിച്ച് ഇത് ഈ പുറത്തു നിന്നൊക്കെ ഒറീസയിൽ നിന്നും അതോടൊപ്പം ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കഞ്ചാവ് എത്തിക്കുമ്പോൾ പിടികൂടുന്ന ഘട്ടത്തിൽ ഇത് പ്രത്യേക തരത്തിൽ പാക്കൊക്കെ ചെയ്ത രീതിയിലാണ് ഉണ്ടായത്. അത്തരത്തിലൊരു പാക്കാണ് ഇവിടെ നിന്നും പിടികൂടിയത്. അതുകൊണ്ട് ഇത് അവിടെ നിന്ന് ആരെങ്കിലും എത്തിച്ച് പ്രാദേശിക കഞ്ചാവ് മാഫിയക്ക് നൽകി അവരിൽ നിന്ന് ആകാശ് കൈപ്പറ്റിയതാണോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയാണ് പോലീസ് നടത്തുന്നത്. ഇതെന്തായാലും ആകാശിന്റെ അറിവോടുകൂടി വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ. ഈ ആകാശ കച്ചവടക്കാരനാണെന്ന് പറയുന്നു. ഇയാൾ ഈ കോളേജിൽ മാത്രമാണോ മറ്റേതെങ്കിലും സംഘാംഗമാണോ എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കൂ വിഷ്ണു, അവിടെ 2 കിലോ കഞ്ചാവ്, അതിന് അനുസാരികൾ, അനുബന്ധ മെഷീനുകൾ, കട്ട് ചെയ്യാനുള്ള ചെറിയ മെഷീൻ, തൂക്കി വയ്ക്കാനുള്ള ത്രാസ്, അത് പാക്ക് ചെയ്യാനുള്ള ചെറിയ കവറുകൾ, പ്രത്യേക കവറുകൾ. അപ്പോൾ ഒരു ഫുൾ സെറ്റപ്പാണ് ആകാശ്, അല്ലേ? ഇയാൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത് എന്തെങ്കിലും പരാമർശമുണ്ടോ? ഈ ആകാശിന്റെ കയ്യിലേക്ക് ഇത്രയും ക്വാണ്ടിറ്റി, ഇതൊരു ലാർജ് ക്വാണ്ടിറ്റി ആണല്ലോ, അത് എങ്ങനെയാണ് വന്നു ചേരുന്നത്? അതിലെ ആളുകളെ പറ്റി സൂചനകളുണ്ടോ വിഷ്ണു? വിജയകുമാർ, ഇതൊരു വിൽപ്പനാടിസ്ഥാനത്തിൽ ഒരു സർക്കാർ കോളേജ് ഹോസ്റ്റലിലാണ് നടത്തിയത് എന്നുള്ളത് വലിയ ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. അതായത് സാധാരണഗതിയിൽ നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹോസ്റ്റലുകളിൽ നിന്ന്, മെഡിക്കൽ ഹോസ്റ്റലുകളിൽ നിന്നൊക്കെ കഞ്ചാവ് പിടികൂടിയും MDMA പിടികൂടിയും അത് ഉപയോഗത്തിന് വേണ്ടി കൊണ്ടു. ഇവിടെ അങ്ങനെയല്ല. കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് ചില്ലറ വ്യാപാരമായി പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, 500ഉം 1000ഉം ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സിപ്പ് കവറുകൾ അടക്കം ഈ മുറിയിൽ ഉണ്ടായിരുന്നു. അതുതന്നെ ഇതൊരു കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണെന്ന് വ്യക്തമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ആകാശിന് ഇതുമായി കൃത്യമായ ബോധ്യമുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇയാൾക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ആരാണ് നൽകിയെന്നുള്ള കാര്യത്തിലെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ ലഭിക്കുക, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും ആ വിവരങ്ങൾ പുറത്തു വരിക. പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു സംശയം. അത് ആ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പോലീസ് അന്വേഷണവും നടത്തുക. വിജയകുമാർ.